ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ 2019 പ്രീവിയസ് ഇയർ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറും അനാലിസിസുമാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Next question, the last member state to join the Commonwealth of Nations is Rwanda. Last member to join the Commonwealth of Nations, Rwanda. Current affair question ആയിരുന്നു ആ സമയത്തെ. Next, the salaries and allowances of the judges of high courts are charged to. Salaries and allowances of the judges of high court. ഹൈക്കോർട്ടിലെ ജഡ്ജസിന്റെ സാലറി എതിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്? ഹൈക്കോർട്ടിലെ സാലറി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ആൻസർ. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ സാലറീസ് ആൻഡ് അലവൻസസ് എന്ന് ചോദിച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റും, പെൻഷൻ ആണ് ചോദിക്കുന്നു ഹൈക്കോർട്ടിന്റെ ജഡ്ജസിലെ പെൻഷൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പെൻഷൻ വരുന്നത്. സാലറി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following countries is regarded as the originator of the concept of microfinance? മൈക്രോഫിനാൻസിന്റെ ഒറിജിനേറ്റർ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ബംഗ്ലാദേശ് അല്ലേ? ബംഗ്ലാദേശിലാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത്. Next question, which of the following constitution amendment bills provides for according constitutional status to National Commission for Backward Classes in India? That is Constitution Amendment Bill 123rd Amendment Bill ആണ്. 123ാമത്തെ ഭേദഗതി ബില്ലാണ് എന്താണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായത്. ബില്ല് 123ാമത്തെ അമെൻമെന്റ് ബില്ല്. എന്നാൽ ഭേദഗതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 102ാമത്തെ ഭേദഗതി. 102ാമത്തെ ഭേദഗതിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകിയത്. ബില്ല് 123rd അമെൻമെന്റ് ബില്ല്. നെക്സ്റ്റ്, ഉഡാൻ is the new scheme of government of India is associated with dash. ഉഡാൻ എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് കിട്ടും മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ ഒരു പദ്ധതിയാണ് ഉഡാൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the first formal summit between Donald Trump and Vladimir Putin were held in dash. First formal summit between Donald Trump and Vladimir Putin ആൻസർ സി, ഹെൽസിങ്കിയിലായിരുന്നു അവരുടെ ഫസ്റ്റ്. അത് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ആ വർഷത്തെ. ഓക്കെ, ഹെൽസിങ്കിയിലാണ് എന്താ ഈ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഡൊണാൾഡ് ട്രംപിന്റെയും വ്ളാഡിമിർ പുടിന്റെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോൾഡ്രം ഇസ് ആൻ ഏരിയ ഓഫ് ഡാഷ്. ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ. ഏരിയ ഓഫ് ലോ പ്രഷറിനെയാണ് ഡോൾഡ്രം എന്ന് പറയുന്നത്. Next question, a president's rule in a state under Article 356 of the Constitution of India can be extended up to a maximum period of. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. The president's rule in a state under Article 356 can be extended up to a maximum period of dash. Maximum period of 3 years. 3 ഇയേഴ്സിലേക്കാണത് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റേറ്റിലെ എമർജൻസി എന്ന് പറയുന്ന പ്രസിഡൻസ് റൂള്, ഒരു സ്റ്റേറ്റിലെ പ്രസിഡൻസ് റൂള്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസെന്റ് രാംനാഥ് കോവിന്ദ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇനാഗുറേറ്റഡ് വേൾഡ് ഹിന്ദി സെക്രട്ടറി ബിൽഡിംഗ് ഇൻ എ ഫോറിൻ കൺട്രി. നെയിം ദ കൺട്രി. എവിടെയാണ് രാംനാഥ് കോവിന്ദ് വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഇനാഗുറേറ്റ് ചെയ്തത്? ഇറ്റ്സ് ഇൻ മൗറീഷ്യസിലായിരുന്നു. ഓക്കെ, ഇത് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആ സമയത്തെ. മൗറീഷ്യസ്. നെക്സ്റ്റ്, 4 phases of disaster management planning includes mitigation, preparedness, response and disaster management. ക്വസ്റ്റ്യൻ ആ സമയത്ത് വരാൻ കാരണം എന്താ? ഇറ്റ്സ് എ ഫ്ലഡ്, ബിക്കോസ് ഓഫ് ദ ഫ്ലഡ് ദാറ്റ് കോസ്റ്റ് കേരള. റിക്കവറി, ആൻസർ ബി ആണ്, റിക്കവറി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത് മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. Next question, silviculture is the management of dash. Silviculture, management of forest. Silviculture എന്ന് പറഞ്ഞാൽ
മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റിനെയാണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഗിവൺ പെയേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഒരു ഇത് തന്നിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ്. അതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. ഓക്കെ, 1, 3 and 4 only. 3 ഇതാണ് ആൻസർ. നെക്സ്റ്റ്, നോ വിമൻ ക്യാൻ ബി അറസ്റ്റഡ് ബിഫോർ 6 AM and after 6 PM except in exceptional circumstances with the prior permission of the first class judicial magistrate is mentioned in. ഇത് CRPC യിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ CRPC സെക്ഷൻ 46(4) ആണ്. നോ വിമൻ, ഒരു വിമണിനെ രാവിലെ 6 മണിക്ക് മുന്നെയോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് സം എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് എന്നുള്ള CRPC പറയുന്നത് സെക്ഷൻ 46(4)ലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ RBI issues currency notes under the dash. RBI issues currency notes under fixed minimum reserve system. ഫിക്സഡ് മിനിമം റിസർവ് സിസ്റ്റത്തിനനുസരിച്ചാണ് RBI നോട്ട് ഇഷ്യൂ, കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് 1956 മുതലാണ് RBI ഈ ഒരു സിസ്റ്റം സ്വീകരിച്ചത്. 1956 മുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗ്ലാൻഡ്. വിച്ച് ഗ്ലാൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻസ്? ഇറ്റ് ഈസ് അഡ്രിനൽ ഗ്ലാൻഡ്. ബയോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ മദദ്, ഓപ്പറേഷൻ സഹയോ, ഓപ്പറേഷൻ സഹായത. ഇതെന്താണ്? 2000 ആ ഒരു ഫ്ലഡിങ്ങിൻ്റെ സമയത്തുള്ള ഒരു ആർമി, നേവി, എയർഫോഴ്സിൻ്റെയൊക്കെ ഒരു ഓപ്പറേഷൻസ് ആണ് അല്ലേ. അതാണ് നേരത്തെ നമുക്ക് ചോദിച്ചത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ. അപ്പോൾ കറണ്ട് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ എക്സാമിന് കൂടുതലായിട്ടും വരുന്നതെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് 59-ൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ കരുണ, മദദ്, സഹയോഗ്. ആൻസർ ആണെങ്കിൽ ഏതാണ്? ആൻസർ ഡി ആണ് ആൻസർ. ഓക്കെ, ആൻസർ ഡി ആണ്. ദാറ്റ് ഈസ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെയും, ഓപ്പറേഷൻ മദദ് എന്ന് പറയുന്നത് നേവിയുടെയും, ഓപ്പറേഷൻ സഹയോഗ് ആർമിയുടെയും, ഓപ്പറേഷൻ സഹായത CRPFൻ്റെയും ഓപ്പറേഷൻസ് ആയിരുന്നു ഡ്യൂറിങ് കേരള ഫ്ലഡ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറണ്ടായിട്ട് നിൽക്കുന്ന എന്താണ് പ്രശ്നം, അതിനെക്കുറിച്ച് നോക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് എസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്? ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ്, ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ തീർത്ഥൻ. സെക്കൻഡ്, യാചന യാത്ര വാസ് ലെഡ് ബൈ പണ്ഡിറ്റ് കറുപ്പൻ. ഇപ്പോൾ റിനൈസൻസിലെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് മനസ്സിലാവും അല്ലേ. അപ്പോൾ ജാതിനാശിനി സഭ ഫൗണ്ട് ചെയ്തത് ആനന്ദ തീർത്ഥൻ തന്നെയാണ്. അപ്പോൾ യാചനയാത്രയോ? ഇറ്റ് വാസ് നോട്ട് ലെഡ് ബൈ പണ്ഡിറ്റ് കറുപ്പൻ, ഇറ്റ് വാസ് ലെഡ് ബൈ VT ഭട്ടതിരിപ്പാട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓൺലി കറക്റ്റ്. ഓക്കെ, അതാണ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും കറണ്ട് അഫെയർ ആണ്. ബെർണാഡോ ബെർട്ടലൂസി, ലൂക്ക മോഡ്രിക്, ആർദർ ഹെയ്ലി, ആർദർ അഷ്കിൻ. ആർദർ അഷ്കിനൊക്കെ അന്നത്തെ ഓസ്കാറൊക്കെ കിട്ടിയതാണ്. ലൂക്ക മോഡ്രിക് ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ ഇതിൽ നിന്ന് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ഓക്കെ, ബി ആണ് ആൻസർ. The concept of concurrent list in Indian Constitution was borrowed from Constitutional ഒരു ക്വസ്റ്റ്യൻ ആണ്. The concept of concurrent list. Concurrent list എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് ബോറോ ചെയ്തത്. കൺകറന്റ് ലിസ്റ്റ്. പലതരം ലിസ്റ്റുകളുണ്ട് അല്ലേ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാന ബന്ധത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്.
ഇതിൻ്റെ ഭരണഘടന 246 ആണ്, ആർട്ടിക്കിൾ 246 ആണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഉള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, അത് ഓർക്കുക. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിക്കത്ത് ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് ഡാഷ്. ഹിക്കത്ത് ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫോക്ക് ഡാൻസ് ഫോമാണ് ഹിക്കത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആന്ത്രോഫോബിയ ഈസ് ദ ഫിയർ ഓഫ്. ആന്ത്രോഫോബിയ, ആന്ത്രോപ്പോഫോബിയ, ആന്ത്രോപ്പോ എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജി, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആന്ത്രോപോളജി. അപ്പോൾ ആന്ത്രോപ്പോഫോബിയ ഫിയർ ഓഫ് പീപ്പിൾ, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചുള്ള ഫിയറിനെയാണ് ആന്ത്രോപ്പോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രിയേറ്റർ ഓഫ് ദ പെയിന്റിംഗ് ദ പൊട്ടറ്റോ ഈറ്റേഴ്സ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന പെയിന്റിംഗ് വിൻസെന്റ് വാൻ ഗോങ്ങിന്റെ പെയിന്റിംഗ് ആണ്. വിൻസെന്റ് വാൻ ഗോങ്ങിന്റെ പെയിന്റിംഗ് ആണ് ദ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൂ സെഡ് വെയർ ദർ ഈസ് നോ ലോ ദർ ഈസ് നോ ഫ്രീഡം. ഒരു കോട്ടാണ്. വെയർ ദർ ഈസ് നോ ലോ ദർ ഈസ് നോ ഫ്രീഡം. ജോൺ ലോക്കെ എന്ന് പറയുന്ന ജോൺ ലോക്കിന്റെ ഒരു കോട്ടാണ്. Where there is no law, there is no freedom. Next question. A bill presented in the parliament becomes an act only after the president has given assent to it. അല്ലേ? ഒരു ബില്ല് ആക്ട് ആവണമെങ്കിൽ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചാൽ മാത്രമേ, ഏതൊക്കെ പാസ്സാക്കിയാലും, ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയാലും അത് ആക്ട് ആവുന്നില്ല. അത് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയാൽ മാത്രമേ ആക്ട് ആവുന്നുള്ളൂ. Next, Dudhsagar waterfalls is situated at the dash. Dudhsagar waterfall, Goa. ഗോവയിലെ മണ്ടോവി നദിയിലാണ് ദൂദ്സാഗർ വാട്ടർഫാൾ. ഓക്കെ, ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. നെക്സ്റ്റ്, ഹു among the following acted as a returning officer for the election of President of India 2017? അപ്പോൾ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റിൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ബി സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഓർ രാജ്യസഭ. ഇപ്പോൾ ലോക്സഭയാണെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷന് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാംനാഥ് കോവിന്ദിന്റെ സമയത്ത് ആരായിരുന്നു? സെക്രട്ടറി ജനറൽ ഓഫ് ദ ലോക്സഭയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒബ്സർവ്ഡ് ദാറ്റ് Parliament has no power to amend fundamental rights. Parliament has no power to amend fundamental rights എന്ന് സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തത് ഏത് കേസിലാണ്? ഇറ്റ് ഈസ് ഗോലക്നാഥ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതിന് ഒരുപാട് കേസുകളുണ്ട്. ഓക്കെ, കേശവാനന്ദ ഭാരതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ വിശദമായിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. Next, a mathematically oriented computer program for scientific problems. A. Fortran ആണ് സയന്റിഫിക് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫോർട്രാൻ ആണ്. നെക്സ്റ്റ്, which country's passport is considered as the most powerful and the best in the world according to the report of Henley Passport Index? ജപ്പാൻ ആണ് ആൻസർ. ഓക്കെ, കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ജപ്പാൻ. Who invented the first computer mouse? ഡഗ്ലസ് എംഗൽബർട്ട് ആണ് കമ്പ്യൂട്ടർ മൗസ്. നെക്സ്റ്റ്, ഹു among the following is not associated with ചിപ്കോ മൂവ്മെന്റ്? ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാത്തത് ആരാണ്? ആൻസർ മേധ പട്കർ ആണ്. ഗൗരാദേവിയും സുന്ദർലാൽ ബഹുഗുണയും ചന്ദിപ്രസാദ് ഭട്ടും ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുമായിട്ട് ബന്ധപ്പെടാത്തതാണ് മേധ പട്കർ. The number of languages included in the 8th schedule to the Constitution of India. ഇന്ത്യയുടെ 8th schedule of the Constitution നമ്മൾ പറഞ്ഞു ലാംഗ്വേജസ് ആണ്. ആ ലാംഗ്വേജസിൽ എത്ര ലാംഗ്വേജ് ആണ് 8th schedule ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 22 ലാംഗ്വേജസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഓതർ ഓഫ് ശ്യാമമാധവം. കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ. പ്രഭാവർമ്മ അല്ലേ? നെക്സ്റ്റ്, ദ കേസ് heard by the largest constitutional bench of 13 Supreme Court judges. The case heard by the largest constitutional bench of
സുപ്രീം കോർട്ട്. 13 ജഡ്ജസ് ഇരുന്ന് കേട്ട കേസ് ഏതാണ്? ഇറ്റ് ഈസ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് അല്ലേ. അതിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസ് 13 ആണ് ബെഞ്ചായിരുന്നു. 13 പേരുള്ളൊരു ബെഞ്ചായിരുന്നു കേശവാനന്ദ ഭാരതിയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the activist from Kerala who was included in the BBC's 100 Influential and Inspirational Women 2018 list. 2018 ഇൻഫ്ലുവൻഷ്യൽ ലിസ്റ്റിൽ BBC-യുടെ 100 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് വിജി പെൺകൂട്ട്. കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ഇത്ര കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ എന്ന് കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്. Next question. Nifty index is based on dash. Nifty index is based on dash shares. Nifty 50 എന്നാണ് പറയുന്നത് എപ്പോഴും. ഓക്കെ, BSE-യിലാണെങ്കിൽ 30 ഷെയർസ് ആണ്. നിഫ്റ്റിയുടെ ഇൻഡെക്സ്, ആ ഇൻഡെക്സ് നോക്കാം. NIFTY എന്ന് പറയുന്നത് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അത് 50 ഷെയർസിലാണ് നോക്കുന്ന ആ ഇൻഡെക്സ് ഡീൽ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ എക്കണോമിക്സിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ക്ലാസ് ഒന്ന് കാണുക, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് GK ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് ചോദിച്ചത്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.